നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിരായിരിയിൽ ധനസഹായം ചോദിച്ചെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കരിമ്പ യത്തീംഖാനയിലെ PROയും മലപ്പുറം മഞ്ചേരി ചെറുകുളം സ്വദേശിയുമായ ഷക്കീറാണ് പോലീസ് പിടിയിലായത്. പ്രതി റിമാൻഡിൽ. കുളപ്പുള്ളിയിൽ വാഹനാപകടം. വാടനാകുറിശി സ്വദേശി മരിച്ചു. വാടനാകുറിശി പറക്കുന്നത് വീട്ടിൽ 50 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. കല്ലേക്കാട് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പള്ളി അമ്പലക്കാട് മാണിക്കൻ്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. വാടനാകുറിശിയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പരുത്തിപ്ര താനിക്കത്ത് വീട്ടിൽ 70-കാരനായ ശരത് ഭൂഷണാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പിരാരിയിൽ ധനസഹായം ചോദിച്ചെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. കരിമ്പയിലുള്ള യത്തീംഖാനയിലെ PROയും മലപ്പുറം മഞ്ചേരി ചെറുകുളം സ്വദേശിയുമായ 33 വയസ്സുള്ള ഷക്കീറാണ് പോലീസിന്റെ പിടിയിലായത്. ധനസഹായം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് വീട്ടിനുള്ളിൽ കയറി പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ കരിമ്പയിലുള്ള യത്തീംഖാനയിലെ PROയും മലപ്പുറം മഞ്ചേരി ചെറുകുളം സ്വദേശിയുമായ 33 വയസ്സുള്ള ഷക്കീറിനെയാണ് പാലക്കാട് നോർത്ത് പോലീസ് സൈബർ പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീട്ടിൽ രക്ഷിതാക്കളില്ലെന്നും പിരിവ് തരാനില്ലെന്നും പെൺകുട്ടി പറഞ്ഞതോടെ ഷക്കീർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളമെടുക്കാനായി പെൺകുട്ടി അകത്തേക്ക് പോവുകയും പിന്നാലെ അകത്തേക്ക് കയറി അതിക്രമം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയെങ്കിലും ഷക്കീർ കടന്നുകളഞ്ഞു. രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് നോർത്ത് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. കരിമ്പയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെ ബസ്സിൽ നിന്നാണ് പിടികൂടിയത്. SI R രോഹിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി സഞ്ജീവനിക്ക് സമീപം ബൈക്ക് യാത്രക്കാരനായ വാടനാകുറിശി സ്വദേശി മരിച്ചു. വാടനാകുറിശി പറക്കുന്നത് വീട്ടിൽ 50-കാരനായ സുനിലാണ് മരണപ്പെട്ടത്. ഇയാളുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങിയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ജിതിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുളപ്പള്ളി സഞ്ജീവനിക്ക് സമീപമുള്ള വളവിൽ ഇന്നലെ രാത്രി 8:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് അതേ ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്രവാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന സുനിൽ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബസ് കയറിയിറങ്ങി സുനിലിന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തു വന്നിരുന്നു. ഉടനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന വാടനാകുറിശി സ്വദേശി ജിതിൻ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. വളവിൽ ഇരുചക്രവാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് ബൈക്കിൽ തട്ടിയതാകാമെന്നാണ് സാധ്യത എന്നാണ് പോലീസിന്റെ അനുമാനം. ഷൊർണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലേക്കാട്ടിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പള്ളി അമ്പലക്കാട് മാണിക്കൻ്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 6:15 അപകടം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. വാടനാകുറിശിയിൽ ട്രെയിൻ തട്ടി മധ്യവയസ്സൻ മരിച്ചു. പരുത്തിപ്ര താനികത്ത് വീട്ടിൽ 70-കാരനായ ശരത് ഭൂഷണാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് പ്രസിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ചെന്നൈ ആലപ്പി എക്സ്പ്രസ് തീവണ്ടിയുടെ വാതിലിന് സമീപം നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഓളരി സ്വദേശി പ്രഭുവാണ് ട്രെയിനിൽ നിന്നും വീണത്. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വടക്കാഞ്ചേരി പോലീസും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. യുവാവിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ നഗരത്തിൽ വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ചെട്ടിയങ്ങാടി കുളശ്ശേരി ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. വഴിപാട് കൗണ്ടറിൻ്റെ പൂട്ട് പൊളിച്ച് പണം കവർന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. കോലത്തുംപാടം വസന്തനഗറിലെ വീട്ടിലും മോഷണം നടന്നു. വീടിൻ്റെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറി. വീട്ടുകാർ വേളാങ്കണ്ണിയിൽ പോയതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹന പരിശോധന വേഗത്തിലും കർശനവുമാക്കി വാഹന വകുപ്പ്. സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് 30 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു വാഹന പരിശോധന. വാഹന പരിശോധനയ്ക്കൊപ്പം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസും അധികൃതർ നൽകുന്നുണ്ട്. ബ്ലേഡ് സ്പോട്ട് മിറർ, GPS, യന്ത്രക്ഷമത, വിദ്യാവാഹൻ സംവിധാനങ്ങൾ, മോട്ടോർ വാഹന വകുപ്പ് വിവര സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന ലീഡ്സ് ആപ്പ് എന്നിവയുടെ പരിശോധനയാണ് മുഖ്യമായി നടത്തുന്നത്. വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച വാഹന പരിശോധനയിൽ പങ്കെടുത്ത 102 വാഹനങ്ങളിൽ 72 വാഹനങ്ങൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് ലഭിച്ചത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തായ 30 വാഹനങ്ങളുടെ പരിശോധന വീണ്ടും നടത്തും. RTO CO മുജീബ്, PG പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും അതിൻ്റെ
സർട്ടിഫിക്കറ്റ് കൊടുക്കലുമൊക്കെ നടത്താറുണ്ട്. ആ പതിവ് തെറ്റിക്കാതെ തന്നെയാണ് ഈ വർഷവും പാലക്കാട് RTO ഓഫീസിൻ്റെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളുടെ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിശോധന നടത്തുന്നത്. ഇതിൽ നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് നടത്തുന്നത്. 20-ാം തീയതി ഇന്നും 23-ാം തീയതി ശനിയാഴ്ചയും. ഇന്ന് ഏകദേശം ഈ സമയമായപ്പോഴത്തേക്കും ഒരു 30-35ഓളം വാഹനങ്ങളാണ് എത്തിയിട്ടുള്ളത്. അവയിൽ നമ്മൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷനാണ്. വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ വാഹനങ്ങളുടെ എല്ലാ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും ഇത് പ്രത്യേകിച്ചും മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളുടെ ടയറുകൾ, അതിൻ്റെ വിൻഡോസ്, അതിൻ്റെ വൈപ്പർ മോട്ടറുകൾ, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊതുവെയുള്ള സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും വിശദമായ പരിശോധനയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 മനശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. സിനിമ, ടെലിവിഷൻ, നാടക നടൻ ഉണ്ണിരാജ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കലോത്സവ വേദികളിലൊക്കെ വന്ന് ചെറിയ നാടകം ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്തതാണ്. ഈ ഷൊർണൂർ സിലമ്പേത്തൊരു സ്കൂളുണ്ട്, സെൻറ്റ് തെരേസ, സെൻറ്റ് തെരേസ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. നാടകം, മൈം, സ്കിറ്റ് എല്ലാം പഠിച്ച് സ്റ്റേറ്റിലേക്ക് പോയ ആളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു 10-20 വർഷം കലോത്സവ വേദികളിലെ പരിശീലകൻ. അങ്ങനെ ഇവിടെല്ലാം വരുന്ന റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങി രാവിലെ പോകുന്ന സ്ഥലം. വേറെ ലോഡ്ജൊന്നും എനിക്ക് എടുത്തറിയില്ല ഷൊർണൂർ. അപ്പോൾ അവിടെ സൈഡിൽ കിടന്നുറങ്ങി രാവിലെ അടിച്ചു പോകും. അപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല. കലോത്സവം പഠിപ്പിക്കാൻ വരുന്ന നാടകക്കാർക്ക് അങ്ങനെയുണ്ട്. ഇപ്പം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, കുറച്ച് സാമ്പത്തികമെല്ലാം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നത്. അന്ന് ഭയങ്കര ബുദ്ധിമുട്ട്, കഷ്ടപ്പാടാണ്. നാടകക്കാരെ അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ചില സ്ഥലത്ത് പോയാലും കാര്യങ്ങൾ ഇപ്പോൾ മാറി വരണം, മാറി വന്ന് ഇപ്പം ഒരു നാടകം പൈസ മേടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊടുക്കണം, അങ്ങോട്ട് അധികം കൊടുക്കണം. സംഘാടക സമിതി ചെയർമാൻ K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നിയുക്ത MLA-മാരായ P. മമ്മിക്കുട്ടി, K. പ്രേംകുമാർ, ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ, സംഘാടക സമിതി കൺവീനർ KC ജിതിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റർ അവതരിപ്പിച്ച മാടൻ മോക്ഷം നാടകം അരങ്ങേറി. വൈകിട്ട് 6 റൂട്ട്സ് തിയേറ്റർ മ്യൂസിക് എൻസെമ്പിൾ ഒരുക്കുന്ന നാടകപ്പാട്ടുകളുടെ അവതരണവും ഷൊർണൂർ ജനപേരി അവതരിപ്പിക്കുന്ന ലഘുനാടകം ഭൂതക്കണ്ണാടിയും അരങ്ങേറും. 7 ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കൊളത്തൂർ അവതരിപ്പിക്കുന്ന കുഹു നാടകവും അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കളിക്കൂട്ടം 2026 അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരബി ബാലവേദിയിലെ 50ഓളം കുട്ടികളാണ് 5 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 1-ാം ദിവസത്തെ മധുരമലയാളം എന്ന പരിപാടിയോടുകൂടിയായിരുന്നു ആരബിയിലെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള ആക്ടിവിറ്റീസ്, അതായത് മയക്കുമരുന്നിനെതിരായിട്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നല്ലേ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൽ കാണിക്കുന്നത് സ്കൂളുകളിൽ ഒരുപാട് ബസ്സുകളുണ്ട്, സ്കൂളുകൾ കുട്ടികളെ കൊണ്ടുവരാൻ. അങ്ങനെയാണല്ലോ, ആ കൊണ്ടുവരുന്ന ബസ്സുകളെല്ലാം ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമില്ല. ചടങ്ങിൽ ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. P. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ആരബി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ, ആരബി വനിതാവേദി പ്രസിഡന്റ് മിനി തുടങ്ങിയവർ സംസാരിച്ചു. കഥകളും കവിതകളുമൊക്കെ സംയോജിപ്പിച്ച് മനോഹരൻ മാസ്റ്റർ മധുരമലയാളം ക്ലാസ് എടുത്തു. തുടർന്ന് ഡോക്ടർ ഇന്ദുജ ഓമനത്തിങ്കൾ കിടാവേ എന്ന ദൃശ്യാവിഷ്കാരവും അവതരിപ്പിച്ചു.
തുടർന്ന് കുട്ടികളുടെ ക്വിസ് മത്സരം, സൂംബ ഡാൻസ്, വായനാ കളരി തുടങ്ങിയവയുമുണ്ടായി. കവിതകളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവർക്കും വളരെയേറെ ഹൃദ്യമാകുന്ന ഇതിലെ ഓരോ വരികളും. ഇതില് ഞാൻ കൊച്ചുപിള്ളയും പിള്ളയും എന്ന് പറഞ്ഞൊരു കഥയാണ് വായിച്ചത്. അതില് ഈ അനന്തു അമ്മയുടെ ഒപ്പം പല പല സ്ഥലത്ത് ഇങ്ങനെ പോവുക. അപ്പൊ അവര് മിഠായി വാങ്ങാനും അങ്ങനെ അവിടെ പള്ളീൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ ഇറങ്ങലും അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങലൊക്കെയാണ്. പിന്നെ ഇവര് നടക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശൻ ആനന്ദുവിൻ്റെ അമ്മേനെ പിള്ള എന്നാണ് വിളിക്കുക. അപ്പോൾ അവരവിടെ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. 5 ദിവസങ്ങളായാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തേങ്ങയ്ക്ക് വില കുറയുന്നു, ചിരട്ടയ്ക്ക് വില കൂടുന്നു. ഒരു കാലത്ത് അലക്ഷ്യമായി വലിച്ചിട്ടിരുന്ന ചിരട്ട ഇപ്പോൾ വലിയ താരമായി മാറിയിരിക്കുകയാണ്. 1 കിലോ ചിരട്ടയ്ക്ക് 33 രൂപ വരെ എത്തി നിൽക്കുന്നതായി കർഷകർ പറയുമ്പോഴും തേങ്ങാ വിലയിടിവിൽ കർഷകർ ആശങ്കയിലാണ്. ചിരട്ടകൾ അന്വേഷിച്ച് വാഹനവുമായി കച്ചവടക്കാർ എത്തുന്നത് പതിവായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണത്രേ ചിരട്ട കയറ്റിപ്പോകുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനുമായിട്ടാണ് ചിരട്ട ഉപയോഗിക്കുന്നത്. വെള്ളം ശുദ്ധീകരിക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡായി മാറി. അതേസമയം തേങ്ങയ്ക്ക് 45 രൂപയായതോടെ തേങ്ങ കർഷകർ ആശങ്കയിലാണ്. ചിരട്ടയ്ക്ക് നല്ല കാലം എത്തിയതായി പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറഞ്ഞു. തേങ്ങയ്ക്ക് വില കുറഞ്ഞെങ്കിലും ചിരട്ടയ്ക്ക് നല്ല വില ലഭിക്കുന്നതിനാൽ കിട്ടിയ ചിരട്ടകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന തിരക്കിലാണ് കർഷകർ. നാളികേരത്തിൻ്റെ വില അടിക്കടി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 75-80 രൂപ കിട്ടിയിരുന്നു. പിന്നെ വിഷു സമയത്ത് 50-55 രൂപയായി, ഇപ്പോൾ 45 രൂപയാണ്. അത് കാരണം കേര കർഷകർ ആശങ്കയിലാണ്. അതേസമയം ചിരട്ടയ്ക്ക് വില കൂടി ഇപ്പോൾ 33 രൂപ വരെ കിട്ടുന്നുണ്ട്. ഈ ചിരട്ടയ്ക്ക് വില കൂടിയത് കാരണം വണ്ടിക്കാർ വീടുകൾ അന്വേഷിച്ചിട്ട് ചിരട്ട എടുക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലേക്കാണ് ഇത് കയറ്റി പോകുന്നത്. ഈ വെള്ളം ശുദ്ധീകരിക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ചിരട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാരണാകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ദ്രവ്യകലശ ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് സമാപിക്കും. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തുന്നത്. സമാപന ദിവസമായി ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ബൗത്രാദൻ നമ്പൂരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭക്തർക്ക് ദേവിയുടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു. വൈകിട്ട് സർവ്വ ഐശ്വര്യപൂജയും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിരായിരിയിൽ ധനസഹായം ചോദിച്ചെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കരിമ്പ യത്തിങ്കരയിലെ PROയും മലപ്പുറം മഞ്ചേരി ചെറുകുളം സ്വദേശിയുമായ ഷക്കീറാണ് പോലീസ് പിടിയിലായത്. പ്രതി റിമാൻഡിൽ. കുളപ്പുള്ളിയിൽ വാഹനാപകടം. വാടനാകുറിശി സ്വദേശി മരിച്ചു. വാടനാകുറിശി പറക്കുന്നത്ത് വീട്ടിൽ 50 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. കല്ലേക്കാട് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പള്ളി അമ്പലക്കാട് മാണിക്കൻ്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. വാടനാകുറിശിയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പരുത്തിപ്ര താനിക്കത്ത് വീട്ടിൽ 70-കാരനായ ശരത് ഭൂഷണാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ്റെ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.